എല്ലാവർക്കും മല്ലൂഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരുപാട് സിനിമകൾ ഇന്ന് OTT റിലീസുണ്ട്. ഗെയിം ചേഞ്ചർ, മദ്രസ്കാരൻ, പ്രാവിൻകൂട് ഷാപ്പ്, ഹലോ മമ്മി, ഹണ്ട്, പുണ്യാളൻ, രേഖാചിത്രം, മാർക്കോ തുടങ്ങിയ സിനിമകളുടെ OTT അപ്ഡേറ്റ്സ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ OTTക്ക് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് മിസിസ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ഹിന്ദി സിനിമയാണ്. ഈ സിനിമ ഇന്ന് C5-ൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് 35 എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു തെലുങ്ക് സിനിമയാണ്. നിവേദിത തോമസ് ആണ് സിനിമയിലെ നായിക. ഈ സിനിമയുടെ തമിഴ് വെർഷൻ ആഹ വീഡിയോസിൽ ഇന്ന് OTT റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് മെഹദ ബോയ്സ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ഹിന്ദി സിനിമയാണ്. ഈ സിനിമയുടെ മലയാളം വെർഷൻ ഇന്ന് ആമസോണിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് ഗെയിം ചേഞ്ചർ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഈ സിനിമ തിയേറ്ററുകളിൽ പരാജയപ്പെട്ടു. രാംചരണാണ് സിനിമയിലെ നായകൻ. ഈ സിനിമയുടെ മലയാളം വെർഷൻ ഇന്ന് ആമസോൺ പ്രൈമിൽ റിലീസായിട്ടുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് ലാറ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു തമിഴ് ത്രില്ലർ സിനിമയാണ്. ഈ സിനിമ ഇന്ന് ടെൻഡുകോട്ട എന്ന OTT പ്ലാറ്റ്ഫോമിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് ഒരു കട്ടിൽ ഒരു മുറി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. പൂർണിമ നിർജിത്താണ് സിനിമയിലെ നായിക. ഈ സിനിമ ഇപ്പോൾ മനോരമ മാക്സിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. ഇതേ സമയം വല്യേട്ടൻ സിനിമയുടെ OTT റിലീസ് പോസ്റ്റ്പോൺ ചെയ്തിരിക്കുകയാണ്. അടുത്തൊരു അപ്ഡേറ്റ് ബാച്ചിലേഴ്സ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു മലയാളം സിനിമയാണ്. ഈ ഒരു കോമഡി മൂവി ഇപ്പോൾ യൂട്യൂബിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാൻ കാണാവുന്നതാണ്. അടുത്തൊരു അപ്ഡേറ്റ് ലവ് ഫോർ സെയിൽ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു മലയാളം സിനിമയാണ്. ഈ കോമഡി മൂവി ഇപ്പോൾ ആമസോൺ പ്രൈമിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് പരാക്രമം എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു കോമഡി മൂവിയാണ്. വാഴ സിനിമയിൽ അഭിനയിച്ച ഒരുപാട് താരങ്ങൾ ഈ സിനിമയിലുണ്ട്. അത്യാവശ്യം നല്ല അഭിപ്രായമാണ് സിനിമയ്ക്ക് ലഭിച്ചത്. ഈ പരാക്രമം എന്ന സിനിമ ഇപ്പോൾ യൂട്യൂബിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാൻ കാണാവുന്നതാണ്. അടുത്തൊരു അപ്ഡേറ്റ് മദ്രസ്കാരൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു തമിഴ് സിനിമയാണ്. ഷേനികമാണ് സിനിമയിലെ നായകൻ. ഈ സിനിമ ഇപ്പോൾ ആഹ തമിഴിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് പ്രാവിൻകൂട് ഷാപ്പ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററിൽ നിന്ന് എവറേജ് അഭിപ്രായമാണ് സിനിമയ്ക്ക് ലഭിച്ചത്. ബേസിലാണ് സിനിമയിലെ നായകൻ. അതുപോലെ സൗബിൻ, ചെമ്പൻ വിനോദ് തുടങ്ങി ഒരുപാട് പേര് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഈ സിനിമ ഇപ്പോൾ OTT റിലീസ് ചെയ്യാൻ പോവുകയാണ്. ഇതൊരു കോമഡി ത്രില്ലർ സിനിമയാണ്. ആമസോൺ പ്രൈമാണ് സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. സിനിമ റിലീസായിട്ട് ഒരു മാസം കഴിഞ്ഞാണ് OTT വരുന്നത്. അതായത് ഫെബ്രുവരി 15-ാം തീയതി പ്രാവിൻകൂട് ഷാപ്പ് OTT റിലീസ് ഉണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് ഹലോ മമ്മി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ഹൊറർ കോമഡി മൂവിയാണ്. തിയേറ്ററുകളിൽ അത്യാവശ്യം വിജയിച്ച സിനിമയാണ് ഹലോ മമ്മി. ഷറഫുദ്ദീൻ, ഐശ്വര്യലക്ഷ്മിയാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇതാ ഹലോ മമ്മി ആമസോൺ പ്രൈമിൽ OTT റിലീസ് ചെയ്യാൻ പോവുകയാണ്. നെക്സ്റ്റ് വീക്ക് ആയിരിക്കും സിനിമയുടെ റിലീസ്. സർപ്രൈസ് ആയിട്ടായിരിക്കും ഹലോ മമ്മിയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ഹണ്ട് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഈ സിനിമ തിയേറ്ററുകളിൽ വിജയിച്ചിട്ടുണ്ടായിരുന്നു. ഭാവന, രഞ്ജി പണിക്കർ തുടങ്ങിയവരാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഒരു ത്രില്ലർ സിനിമയാണ് ഹണ്ട്. ഇപ്പോഴിതാ ആമസോൺ പ്രൈം ഹണ്ട് സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. ഫെബ്രുവരി മാസത്തിൽ ഉറപ്പായിട്ടും ഹണ്ട് സിനിമ വരുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. എക്സ്പെക്റ്റഡ് ഡേറ്റ് നോക്കിയാൽ ഫെബ്രുവരി 14 സിനിമ വരാൻ സാധ്യതയുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് സ്വന്തം പുണ്യാളൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ എവറേജ് അഭിപ്രായമാണ് സിനിമയ്ക്ക് ലഭിച്ചത്. സിനിമ പരാജയപ്പെട്ടു. അനശ്വര രാജൻ, അർജുൻ അശോകൻ, ബാലു വർഗീസ് ഇവരാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇപ്പോഴിതാ പുണ്യാളൻ എന്ന സിനിമ OTT റിലീസ് ചെയ്യാൻ പോവുകയാണ്. ആമസോൺ പ്രൈമാണ് സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. ഫെബ്രുവരി 14-ന് എന്ന് സ്വന്തം പുണ്യാളൻ എന്ന സിനിമ ആമസോൺ പ്രൈമിൽ റിലീസായേക്കും. അടുത്തൊരു അപ്ഡേറ്റ് മാർക്കോ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഈ സിനിമയ്ക്ക് വേണ്ടിയാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. കാരണം സിനിമ അത്രയ്ക്കും ഹിറ്റായിട്ടുണ്ടായിരുന്നു. ഉണ്ണിമുകുന്ദന്റെ കരിയറിലെ 100 കോടി ക്ലബിൽ ഇടം പിടിച്ച സിനിമയാണ് മാർക്കോ. ഈ സിനിമയുടെ OTT സോണി ലീവ് ആണ് വാങ്ങിച്ചിരിക്കുന്നത്. ഫെബ്രുവരി 14 പ്രണയദിനത്തിലാണ് മാർക്കോ സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് തങ്കമണി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ദിലീപ്, നിതാപള്ളിയാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഒരു റിയൽ സ്റ്റോറിയാണ് സിനിമ പറഞ്ഞു പോയത്. പക്ഷേ തങ്കമണി എന്ന സിനിമ തിയേറ്ററുകളിൽ പരാജയപ്പെട്ടു. ഈ സിനിമയുടെ OTTക്ക് വേണ്ടിയാണ് ആരാധകർ കാത്തിരിക്കുന്നത്. ഇപ്പോൾ ഇതാ തങ്കമണി എന്ന സിനിമയുടെ OTT ആമസോൺ പ്രൈം വാങ്ങിച്ചിട്ടുണ്ട്. ഈ മാസത്തിൽ സിനിമ റിലീസാകുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അവസാനത്തെ അപ്ഡേറ്റ് രേഖാചിത്രം എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നിലവിലിപ്പോൾ തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമയാണ് രേഖാചിത്രം. ഈ വർഷത്തെ ആദ്യത്തെ ഹിറ്റായിരുന്ന സിനിമ. അനശ്വര രാജൻ, ആസിഫ് അലിയാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ സോണി ലീവ് സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. മാർച്ച് 5-നുള്ളിൽ സോണി ലീവിൽ രേഖാചിത്രം എന്ന സിനിമ OTT റിലീസ് ചെയ്യുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ഒരു ക്ലാസിക് ത്രില്ലർ സിനിമ തന്നെയാണ് രേഖാചിത്രം. അപ്പോൾ ഇനി നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ OTT അപ്ഡേറ്റ്സിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.